ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫൺ ആൻഡ് ട്രാവൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മീനച്ചാറാണ്. എങ്ങനെ ഒരു മീനച്ചാർ വളരെ എളുപ്പത്തിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ പുരട്ടി വെച്ച മീനാണ്, മസാല പുരട്ടി വെച്ച മീനാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് വറക്കാൻ വേണ്ടിയിട്ട് പോവാം. വറക്കുന്നതിന് മുന്നേ നമ്മളെങ്ങനെ ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഐക്കൂറയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാല നമ്മൾ തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓവർനൈറ്റ്. അപ്പം 2 ടേബിൾ സ്പൂണ് മുളകുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളിയുണ്ട്, പിന്നെ മഞ്ഞൾ, പിന്നെ ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫിഷിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കും. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് കാണാം. അപ്പോൾ നമ്മളൊരു 1.5 കിലോ മീനുണ്ട് കേട്ടോ. ഐക്കൂറയാണ്, കിങ് ഫിഷ് എന്ന് പറയും ഇവിടെ. നമ്മുടെ നെയ്മീനാണ് സംഭവം. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂണ് ഉലുവയും ഒരു നുള്ളു കായമാണ്. ഓക്കെ, അതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ മീൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വറക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഒരുപാട് ഫ്രൈ ആവാൻ പാടില്ല, ഒരു 1/4 ഭാഗം ഫ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേനും ഫുൾ കുക്ക് ആയിക്കോളും. ഓക്കെ, പക്ഷെ ഒരു പാകം എന്ന് പറയുന്നത് ഒരു 1/4 ഭാഗം ഫ്രൈ ആകുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അത് ശരിയാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കറിവേപ്പില ഇവിടുന്ന് എടുക്കാം. കണ്ടോ, പപ്പയുടെ ബാൽക്കണി തോട്ടമാണിത്. ഇത് കറിവേപ്പില, കാന്താരി, മിൻറ്റ്, അങ്ങനെ വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീനെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അച്ചാർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇത് നമ്മൾ മീൻ വറുത്ത അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനകത്തോട്ട് കുറച്ചുകൂടിയും എണ്ണ യൂസ് ചെയ്ത് നമുക്ക് ആ എണ്ണ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ മീൻ വറുത്തതല്ലേ. നമ്മൾ ഇനിയും ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് വെളുത്തുള്ളി ആഡ് ചെയ്യുക. നമുക്ക് വെളുത്തുള്ളി ഇഷ്ടമായതുകൊണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം വെളുത്തുള്ളി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയാണ്. നമ്മൾ ബാൽക്കണിയിൽ നിന്ന് പറിച്ചെടുത്ത നമ്മുടെ കറിവേപ്പില, ഇതൊക്കെ നമ്മൾ ആവശ്യാനുസരണം ആഡ് ചെയ്യാം കേട്ടോ. അവൈലബിലിറ്റി അനുസരിച്ച്. ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. നാട്ടിലൊക്കെയാണ് പറിച്ച് വാരിയും കിടായിരുന്നു. ഇവിടെ ഭയങ്കര ക്ഷാമമാണ് ഈ സാധനത്തിന്. പിന്നെ കടയിൽ പോയി മേടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ് കടയിൽ പോയി മേടിക്കുന്നതിന്. നമ്മൾ നമുക്കിവിടെ ബാൽക്കണിയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി ഇട്ടായിരുന്നു. ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. നമ്മൾ ഇന്നലെ മീൻ പുരട്ടി വെച്ച് കഴിഞ്ഞപ്പം ആ മസാലയിൽ നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനിയിപ്പോൾ കായമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഉലുവപ്പൊടി അല്ലേ, ഉലുവപ്പൊടി കുറച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ശകലം മുളക് പൊടിയും കൂടി ഇടുകയാണ്. ഇത് ഇന്നലെ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മീൻ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത മസാലയാണ്. അത് ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കണം, മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ലതല്ലേ? കനയ്ക്കുമോ? ശരി. അപ്പോൾ പറയുന്നത് വെളിച്ചെണ്ണയിൽ നമുക്കിത് ഉണ്ടാക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ കാലം ഇരിക്കത്തില്ല, പെട്ടെന്ന് കഴിച്ചു തീർക്കണം. അപ്പം നല്ലെണ്ണയിലാണ് സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്, കുറേ കാലം ഇരിക്കണം എന്നുണ്ടെങ്കിൽ. നമ്മൾ ശകലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇടണം കേട്ടോ. നമ്മൾ കൂടുതൽ മസാല ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടാമത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും. ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് അരക്കപ്പ് വിനാഗിരി ഒഴിക്കുകയാണ്. അരക്കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതീയിലിട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അങ്ങനെ നമ്മുടെ അടിപൊളി മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, സൂപ്പറാണ് കേട്ടോ. അന്യായ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കഷ്ണമീനാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, നമ്മൾ ഐക്കൂറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.